അങ്ങനെ ഞങ്ങളുടെ മുഖത്തല പൂരം കൊടിയിറങ്ങി. ആളും ആരവങ്ങളും കൊട്ടും മേളവും ആനയും ആനയൂട്ടും എല്ലാമായി 10 ദിവസം പോയതറിഞ്ഞില്ല. 10 അല്ല 12 ദിവസങ്ങൾ. ശാന്തമായ പൂരപ്പറമ്പും അമ്പലമുറ്റവും ഒക്കെ കാണുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ട്. എങ്കിലും അടുത്ത വർഷത്തെ പൂരത്തിനായുള്ള ഈ കാത്തിരിപ്പിന് ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. തിരുവാഭരണത്തിന് ശേഷമുള്ള 10 ദിവസത്തെ വിശേഷങ്ങൾ ചേർത്തൊരു കുഞ്ഞു വീഡിയോ. അടുത്ത ഏപ്രിൽ മെയ് മാസം വരെയുള്ള ഓർമ്മ പുതുക്കലിന് ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യാത്രാമോഹി. 2024 ഏപ്രിൽ 22 കൊടിയേറി മെയ് മാസം 1 തിരുവാറോട്ടോടുകൂടി കൊടിയിറങ്ങി സമാപിച്ച ഞങ്ങളുടെ മുഖത്തല പൂരം അത്ര ചെറുതൊന്നും അല്ല കേട്ടോ. ഏപ്രിൽ 21 ഓലീക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്തരോത്സവത്തിലൂടെ മുഖത്തല പൂരം തുടങ്ങുന്നു. ഉത്രന്തള്ള സദ്യയും നായവെപ്പ് ചടങ്ങും കൊടിക്കൂറ വരവേൽപ്പും ഉടവാൾ എഴുന്നള്ളിപ്പുമായി അന്നത്തെ ദിവസം അവസാനിക്കുന്നു. മുഖത്തല അമ്പലത്തിലെ കൂടുതൽ വിശേഷങ്ങളെല്ലാം ഞാൻ ഇതിനു മുന്നേ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ നായവെപ്പ് ചടങ്ങിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുക കേട്ടോ. 1-ാം തിരി ഉത്സവത്തിന് നിർമാല്യ ദർശനവും ഹരിനാമ കീർത്തനവും ഒക്കെ കഴിഞ്ഞ് പഞ്ചവാദ്യത്തോടു കൂടിയാണ് കേട്ടോ തൃക്കൊടിയേറ്റ്. ശേഷമുള്ള 10 ദിവസങ്ങളിലും 11 മണിക്ക് അന്നദാനവും സമൂഹ സദ്യയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഓരോ ദിവസവും സേവ കഴിഞ്ഞുള്ള കലാപരിപാടികളും ഉത്സവത്തിന്റെ ആവേശം കൂട്ടുന്നതാണ്. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലെ ചാക്യാർകൂത്തും ഓട്ടൻതുള്ളലും എടുത്തു പറയേണ്ടതാണ്. കൂടെ 9-ാം ദിവസത്തെ പള്ളിവേട്ടയും. ഇതിനിടയിൽ ഒരു കുഞ്ഞു കാര്യം കൂടി. ഞാൻ എൻ്റെ 3 വയസ്സ് മുതൽ 11 വയസ്സ് വരെ മുടങ്ങാതെ എൻ്റെ അമ്മ എനിക്ക് താലപ്പൊലി എടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ 3 വർഷമായി തുടരെ മുടക്കമൊന്നും വരാതെ എനിക്ക് എൻ്റെ മോൾക്കും താലപ്പൊലി എടുക്കാൻ കഴിയുന്നുണ്ട്. 6:30 മുതൽ 10 മണി വരെയുള്ള സേവ എനിക്ക് അറിവായി കഴിഞ്ഞ നാള് മുതൽ ഇന്ന് വരെ മുടക്കാത്ത ഒന്നാണ് കേട്ടോ. മഴയാണെങ്കിലും കുടപിടിച്ച് നിന്ന് സേവ കാണും. 2-ാം ഉത്സവം അല്പം വ്യത്യസ്തമായിരുന്നു കേട്ടോ. നമ്മുടെ അക്കാവിള വിഷ്ണുനാരായണൻ തിടമ്പേറ്റി ഗജമേളയും ഫ്ലൂട്ടുകളും പിന്നെ ഗംഭീര ആൽത്തറമേളവും ഒക്കെ ആയിട്ട് 2-ാമത്തെ ദിവസം കടന്നുപോയി. 10-ാം ഉത്സവ ദിവസം ആനനീരാട്ടും ആനയൂട്ടും കാണാൻ 10,000-കണക്കിന് ആളുകളാണ് കേട്ടോ പൂരപ്പറമ്പിലെത്തുന്നത്. ഓരോ ഗജവീരന്മാരെയും പേര് വിളിച്ച് പറമ്പിലേക്ക് വിടുന്നൊരു നിമിഷമുണ്ട്. അപ്പോഴുണ്ടാകുന്ന കയ്യടിക്കും ആർപ്പുവിളിക്കും കയ്യും കണക്കുമില്ല. നമ്മുടെ പേരൂർ ശിവൻ തൊട്ട് അക്കാവിള വിഷ്ണുനാരായണൻ, പല്ലാട്ട് ബ്രഹ്മദത്തൻ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു ഇത്തവണ. വൈകിട്ട് 3:30 ആൽത്തറമേളം മുടക്കാൻ പറ്റാത്ത ഒന്നാണ്. ശേഷമുള്ള പാണ്ടിമേളവും തിരുവാറാട്ട് എഴുന്നള്ളത്തും കെട്ടുകാഴ്ചയും ഗജമേളയും എല്ലാം മുഖത്തലക്കാരുടെ ഒരു ഹരമാണ് കേട്ടോ. തൃക്കൊടിയിറക്ക് സ്പെഷ്യൽ പഞ്ചവാദ്യത്തോടു കൂടി നടക്കുന്നു. കൊടിയിറക്കിയതിനു ശേഷം 25 കുടം കലശത്തോടും ശ്രീഭൂതബലിയോടും കൂടി ഉത്സവത്തിന് പരിസമാപ്തി കുറിക്കുന്നു. നല്ല കുറെ ഓർമ്മകളും ഒരുപാട് പുതിയ സൗഹൃദങ്ങളും ഒക്കെയായി ഈ വർഷത്തെ ഉത്സവം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത വർഷം വരെയുള്ള കാത്തിരിപ്പാണ്. ഉത്സവ കോടിക്കായുള്ള കാത്തിരിപ്പ്, തിരുവാഭരണത്തിനും 10-ാം ഉത്സവ ദിവസത്തിനുമുള്ള സദ്യക്കായുള്ള കാത്തിരിപ്പ്, കറുത്ത കരിവീരന്മാർ ആരാണെന്നറിയാനുള്ള ആകാംക്ഷ, പൂരപ്പറമ്പിലെ സേമിയ പായസത്തിനും വളക്കടകൾക്കുമായുള്ള കാത്തിരിപ്പ്, നാടകവും ഗാനമേളയും കാണാനായുള്ള രാത്രികളുടെ കാത്തിരിപ്പ്, രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ അങ്ങ് പൂരപ്പറമ്പിലേക്ക് ഓടിയെത്താനുള്ള കാത്തിരിപ്പ്, ദൂരെ ജോലി ചെയ്യുന്നവർക്ക് ഉത്സവം കൂടാനും കൂട്ടുകൂടി കറങ്ങി നടക്കാനുമുള്ള കാത്തിരിപ്പ്. അവസാനിക്കാത്ത കാത്തിരിപ്പുകൾക്കും പുതിയ പുതിയ ഓർമ്മകൾക്കും നന്ദി. ഞാൻ യാത്രാമോഹി.